ആ രജിസ്ട്രേഷനിൽ ശ്യാമ ഉണ്ടാകാൻ പാടില്ല. ഗായിക ശ്യാമയെ ആരോ കൊന്നു. അങ്ങനെ ഒരു തലക്കെട്ട് നാളത്തെ പത്രത്താളിൽ വരണം. തോൽവി ഇനി ചന്ദ്രശേഖരന്റെ പേരിൽ എഴുതില്ല. തോൽക്കാനുള്ളത് പരമേശ്വരനും പരമേശ്വരന്റെ മക്കളും തന്നെയാണ്. ശ്യാമയുടെ സമ്പത്ത് കൊണ്ട് കണിമംഗലത്തെ തകർച്ചയിൽ നിന്നും കരകയറ്റാമെന്ന് ആരും മോഹിക്കണ്ട. അത് നടക്കില്ല. അതിനുള്ള മാർഗങ്ങൾ ഞാൻ ചെയ്തോളാം. ചന്ദ്രേട്ടാ, ഞാനും കൽപ്പനയൊക്കെ വലിയ പ്രതീക്ഷയിലാ. വീണ്ടും ചതിക്കപ്പെടുവോ നമ്മള്? ഉർവശി, ശ്യാമയുടെ വരവും സഹായവും നിനക്കും കൽപ്പനയ്ക്കും മാത്രം അത്ഭുതം. എനിക്കതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. അതിനുവേണ്ട മാർഗങ്ങൾ മുൻപേ ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. നീ ഫോൺ വെച്ചോ. ചെറിയമേ, എന്തു പറഞ്ഞു? ശ്യാമ വന്നതുകൊണ്ടും സഹായിക്കാന്ന് പറഞ്ഞതുകൊണ്ടും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ലെന്നാ ചന്ദ്രേട്ടൻ പറയുന്നത്. വിശ്വസിക്കാതെ എന്ത് ചെയ്യും? ആ, തൽക്കാലം വിശ്വസിക്കാം. നമ്മുടെ മുമ്പില് വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോ തോൽക്കാനാണ് വിധിയെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. വല്ലാതെ ബോറടിക്കുന്നു മുത്തശ്ശി. എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിലേ നമുക്ക് പിന്നെ ഈ പണമൊക്കെ കിട്ടിയിട്ട് കാര്യം എന്താ? ഞാനും അതൊക്കെ ആലോചിക്കുന്നുണ്ട്. ബാങ്കിൽ കാശ് കിടന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. മുത്തശ്ശി, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം സിനിമയാ. നമുക്ക് ശരത്ത് പറഞ്ഞ പോലെ സിനിമ പിടിക്കുന്ന കാര്യം തന്നെ ആലോചിച്ചാലോ? ഒരിക്കലും ഒരു അബദ്ധം പറ്റിയത് ഓർക്കുമ്പോഴാ. ആ അനുഭവം മനസ്സിൽ വെച്ച് നമ്മളങ്ങ് പെരുമാറിയ പോരെ. മാത്രല്ല, അന്ന് ഞാൻ തനിച്ചായിരുന്നില്ലേ. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാക്കാൻ മുത്തശ്ശി കൂടെ ഇല്ലേ? മുത്തശ്ശി ധൈര്യത്തോടെ കൂടെ നിൽക്കാമെങ്കിൽ നമുക്ക് ഒരു വട്ടം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൂടെ നിൽക്കുന്നത് കൊണ്ട് എനിക്കെന്താ? എന്നാ ഞാൻ ശരത്തിനെ വിളിക്കട്ടെ? എടി, അവനല്ലാതെ വേറെ ആരുമില്ലേ? അവനൊരു മേനകെട്ട ചെറുക്കനാ. മുത്തശ്ശി, സിനിമയിൽ ഒരുപാട് ഫ്രോഡുകളുണ്ട്. ആരെയും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ശരത്തിനെ കൺട്രോൾ ചെയ്യാവുന്ന നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ വേറൊരുത്തിനെ നമുക്ക് കിട്ടാനും ഇല്ല. ഞാൻ എന്തായാലും അവനൊന്ന് വിളിക്കട്ടെ. ഹലോ പ്രിയങ്കേ. ആ ശരത്തെ, ഞാനും മുത്തശ്ശിയും കൂടെ ശരത്ത് പറഞ്ഞ കാര്യം ചിന്തിക്കായിരുന്നു. നമുക്ക് അതങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? നന്നായിട്ട് ആലോചിച്ചോ? ആലോചിച്ചു. മുൻപ് പറ്റിയ അബദ്ധങ്ങളൊന്നും ഇനി പറ്റരുത്. ആ ഉറപ്പ് ശരത്ത് എനിക്ക് തരണം. എന്റെ പ്രിയങ്കേ, ഞാനും എങ്ങനെയെങ്കിലും ഒന്ന് പച്ചപിടിക്കാനാ നോക്കുന്നത്. നിങ്ങൾ രക്ഷപ്പെടുമ്പോ അക്കൂട്ടത്തിൽ എനിക്കും രക്ഷപ്പെടാം. അത്രേ ഉള്ളൂ എന്റെ ആഗ്രഹം. പ്രിയങ്ക ഓക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. എന്നാ ശരത്ത് തുടങ്ങിക്കോ. ജീവിതത്തിലെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമ. സിനിമയിലൂടെ തന്നെ എനിക്ക് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരിടത്ത് എത്തണം. അതൊക്കെ എത്താം. ഞാൻ നേരിട്ട് വരാം. എന്നിട്ട് നമുക്കെല്ലാം ഫിക്സ് ചെയ്യാം. ഓക്കെ. ശരത്ത് വരും മുത്തശ്ശി. വന്നിട്ട് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാന്നാ അവൻ പറഞ്ഞിരിക്കുന്നത്. സിനിമയെങ്കിൽ സിനിമ. ഇവിടെയുള്ളവരുടെ കണ്ണൊന്ന് തള്ളണം. കണിമംഗലത്തുകാര് ശരിക്കൊന്ന് ഞെട്ടണം. കളിച്ചത് സുകുമാരിയോടും മകളോടുമാണെന്ന് എല്ലാവരും ഒന്ന് തിരിച്ചറിയണം മോളെ.
ഗായിക ശ്യാമ അവരുടെ പേരിലുള്ള കോടാനുകോടി സമ്പത്ത് മകൾക്ക് കൈമാറുന്നു. കണിമംഗലത്തിനെ രക്ഷിച്ചെടുക്കാൻ അതിന്റെ 10-1 പോലും ആവശ്യമില്ല. എന്നുവെച്ചാൽ ശ്യാമ മകൾക്ക് കൊടുക്കുന്ന സമ്പത്തിന്റെ രജിസ്ട്രേഷൻ നടന്നാൽ കണിമംഗലത്തെ പിടിച്ചു കുലുക്കുന്ന പ്രശ്നങ്ങൾ അവസാനിക്കും. കണിമംഗലം മുമ്പത്തേക്കാൾ അതിശക്തമായ ബിസിനസ് ഗ്രൂപ്പായി മാറും. പിന്നൊന്ന് തൊടാൻ പോലും നമുക്ക് പറ്റില്ല. അച്ഛാ, മുമ്പേ തന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ഈ രാധികയെ അപകടപ്പെടുത്താൻ എളുപ്പമല്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും എങ്ങനെയെങ്കിലും അവൾ അതിനെയൊക്കെ മറികടക്കും. ആരെങ്കിലും ഒരാൾ അവളെ രക്ഷിക്കാനും ഉണ്ടാവും. കാര്യങ്ങൾ നടത്തണമെന്ന് തീരുമാനിക്കാൻ ശ്യാമയ്ക്ക് അവകാശമുണ്ട്. നടക്കില്ല എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാ. എന്താ ചെയ്യാൻ പറ്റുക? എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിന് എനിക്ക് പരിധികളൊന്നുമില്ല. സാറിന് എന്താ വേണ്ടത് അത് പറഞ്ഞാൽ മതി. ആ രജിസ്ട്രേഷനിൽ ശ്യാമ ഉണ്ടാകാൻ പാടില്ല. ഗായിക ശ്യാമയെ ആരോ കൊന്നു. അങ്ങനെ ഒരു തലക്കെട്ട് നാളത്തെ പത്രത്താളിൽ വരണം. അച്ഛാ, അത് നമുക്ക് തടസ്സമാകുന്നതെല്ലാം വെട്ടി മാറ്റണം. പലതവണ കണിമംഗലത്തെ സിംഹാസനത്തിനു മുൻപിൽ ഇടറി വീണതാണ് ഞാനും നീയും. ഇനി നമ്മളെ തോൽപ്പിക്കാൻ ഒരാൾക്കും ഒരവസരവും കൊടുക്കാൻ പാടില്ല. ബെഞ്ചമിൻ, ഇന്നത് ചെയ്യാൻ പറ്റുമോ തനിക്ക്? ശ്യാമയെ അവസാനിപ്പിക്കാൻ പറ്റുമോ തനിക്ക്? ഞാൻ ചെയ്തോളാം സാർ. ഇന്ന് രാത്രി തന്നെ സാറിന്റെ ആഗ്രഹം ഞാൻ നടത്തിത്തരും. കമ്പനിയുടെ തിരിമറിയുടെ കാര്യത്തിൽ തനിക്കെതിരെ ഏട്ടന്റെ പരാതിയുണ്ട്. പോലീസ് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ നേരിട്ടൊരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? തടസ്സങ്ങൾ ഉണ്ടാവട്ടെ സാർ. അപ്പോഴല്ലേ ചെയ്യുന്ന ജോലിക്കൊരു ത്രില്ലുണ്ടാവും. പോലീസുകാരോ അവരുടെ അന്വേഷണമൊന്നും എന്നെ ബാധിക്കില്ല. ഗായിക ശ്യാമ ഇന്ന് എന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടിരിക്കും. നമ്മുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ ഒരു കരിനിഴൽ ആരെങ്കിലും വീഴ്ത്തിയാൽ അതങ്ങ് തുടച്ചു മാറ്റണ്ടേ സാർ? വെൽ ഡൺ. ഇങ്ങനെ ചിന്തിക്കുന്നവരെ കൂടെ കിട്ടാൻ എളുപ്പമല്ല. നമുക്കൊരുപാട് നേടാനുണ്ട്. വലിയൊരു ഭാവി നമ്മളെ കാത്തുകിടക്കാം.